ഇന്ന് ശനിയാഴ്ച ഞങ്ങൾക്കൊന്ന് മുടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണ പോലെ ഞാനും ചെറിയൊരു മൈ ലൈഫ് എടുത്താലോ. പിന്നെ മനസ്സിലായി എനിക്ക് അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല, എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല, അതൊക്കെ ചുറ്റി പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നാൽ ശരി, ഞങ്ങൾക്കും പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് തള്ളാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഒരു ടീച്ചറുടെ വീട്ടിലേക്ക് പോകണമായിരുന്നു, ടീച്ചറുടെ കുട്ടീനെ കാണാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പു സർവീസ് സെൻറ്ററിലേക്ക് പോകണ്ടായിരുന്നു വണ്ടിക്ക് സർവീസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ടീച്ചറുടെ വീടും. അപ്പോൾ പെട്രോൾ ലാഭിക്കാമല്ലോ എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി അവളുടെ പിന്നിൽ ചാടി പിടിച്ച് കയറി. അപ്പോൾ അവിടെ തന്നെ ടീച്ചറുടെ വീടും അവിടെ നിന്ന് അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അവളുടെ പിന്നിൽ പോയി. അങ്ങനെ ഞങ്ങൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു ആ സമയമായ കാരണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞാൻ അപ്പൂവിനെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം ടീച്ചറുടെ വീട്ടിലെത്തി. കുഞ്ഞുവാവേനെ കണ്ടു. കുഞ്ഞുവാവ എന്നെ കണ്ടിട്ടുള്ള പരിഭ്രമത്തിലാണ് തോന്നുന്നുണ്ട്, കുറച്ച് നന്നായിട്ട് കരഞ്ഞു. അത് എന്നെ കണ്ടിട്ടാണോ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ചാടി പിടിച്ച് കുട്ടീനെ വാങ്ങിയിട്ടാണോ എന്നറിയില്ല, കുട്ടി വല്ലാത്ത കരച്ചിലായിരുന്നു. ഞാൻ വേഗം ടീച്ചർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുട്ടീനെ കണ്ടതിന് ശേഷം തിരിച്ച് സർവീസ് സെൻറ്ററിൽ എത്തിയപ്പോഴും അപ്പു കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞപ്പൻ ഡാൻസിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ അത് അവൾ സ്വന്തം സാരി എടുത്തു, അതിൻ്റെ ഷോ ഓഫാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത്, വീഡിയോ ഞങ്ങൾക്ക് അയച്ചതാണ്. തിരിച്ച് ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ ഇരുന്ന് ഞങ്ങളുടെ മൂട്ടിൽ തന്നെ ഞങ്ങൾക്ക് വരുമോ എന്ന് സംശയമായപ്പോൾ ഞാൻ ആ ചേട്ടനോട് പോയി ചോദിച്ചു, അടുത്തെങ്ങാനും കിട്ടുമോ ചേട്ടാ വണ്ടിയിൽ നിന്ന്. അപ്പോൾ ചേട്ടൻ എൻ്റെ മുഖത്തെ ദയനീയ ഭാവം കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്, കാരണം ഞങ്ങൾ കാലത്തോട്ട് കുറ്റിയും പറിച്ചോണ്ടിരിക്കണമെന്ന് അയാൾ കണ്ടതാണ്. അപ്പോൾ അയാൾ പിന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പിന്നെ അത് ശരിയാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. എൻ്റെ ശനിയാഴ്ചയിലത്തെ പകുതി ദിവസം പോയ ഒരു സങ്കടം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രഷ്യസ് ഡേ ആണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമല്ലേ. ആ സങ്കടത്തിൽ ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചു, വീട്ടിലെത്തി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ആ ദേഷ്യത്തിന് ഞാൻ അങ്ങോട്ട് റീലെടുത്ത് ഞാൻ അങ്ങോട്ട് അർമാദിച്ചു, സന്തോഷിച്ചു, സംതൃപ്തി കൊണ്ടു. റീലെടുത്തതിന് ശേഷം എടുത്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ ചോറുണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി.